യെസ്, ഇതാണ് അൽക്കാബോണിയുടെ വാക്കുകൾ. കൊച്ചിയിൽ എങ്ങനെയാണ് ലഹരി വരുന്നത്? ഇതിൽ ഏറ്റവും പ്രധാനം ബംഗളൂരുവിനേക്കാൾ ഏറ്റവും സുലഭമായി ലഹരി കിട്ടുന്ന ഇടമാണ് കൊച്ചി എന്നതാണ് അൽക്കാബോണി തുറന്നു പറയുന്നത്. മോഡലിംഗ് രംഗത്ത് ലഹരി ഇടപാടുകൾ നേരത്തെ ന്യൂസ് 18 പലതവണ റിപ്പോർട്ട് ചെയ്തതാണ്. ടോം കുര്യാക്കോസ് തന്നെ ഇക്കാര്യം തുറന്നു കാട്ടിയതുമാണ്. പക്ഷേ അത് അൽക്കാബോണി നിഷേധിക്കുകയാണ്. എന്തായാലും ഇതിൽ അന്വേഷണ സംഘം തന്നെ സ്ഥിരീകരണം നടത്തട്ടെ. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, പൊതുവിടങ്ങളിൽ പോലും സുലഭമാണ് ലഹരി എന്നതാണ്. ടോം നമുക്കൊപ്പമുണ്ട്. ടോം, അൽക്കാബോണി തുറന്നു പറയുകയാണ്, ചില കാര്യങ്ങൾ അവർ താൻ ലഹരി ഉപയോഗിച്ചിരുന്നു എന്ന കാര്യം സമ്മതിക്കുന്നുണ്ട്, ഒപ്പം ഇത് കിട്ടുന്ന വഴികളൊക്കെ പറയുകയാണ്. ഇതിൽ ഏറ്റവും ഞെട്ടിക്കുന്നത്, നമുക്ക് മോഡലിംഗും അതുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾക്കും വരാം. അതിനു മുമ്പായി കൊച്ചിയിൽ സുലഭമായി പൊതുവിടങ്ങളിൽ ലഹരി കിട്ടുന്നു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ പോലീസ് സംവിധാനങ്ങൾ അവരുടെ ഒന്നും ശ്രദ്ധയിലേക്ക് ഇത് വരുന്നില്ല എന്ന് പറയുമ്പോൾ ഇത് എന്താണ് നമ്മൾ യഥാർത്ഥത്തിൽ കൊച്ചിയിൽ സംഭവിക്കുന്നത്? ടോം, എന്താണ് ഇവർ പറയുന്നത്? സജിത്ത്, മെയ് 17-ാം തീയതിയാണ് കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്നും എളമക്കര പോലീസ് മോഡൽ അൽക്കാബോണി ഉൾപ്പെടെ 6 യുവാക്കളെ ഈ ലഹരിയുമായി കൊക്കൈനുമായി പിടികൂടുന്നത്. അതായത് മെയ് 18-ാം തീയതി അൽക്കാബോണിയുടെ പിറന്നാൾ ആഘോഷമാണ്. അന്ന് രാത്രിയിൽ പിറന്നാൾ ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു. അതിനിടെയാണ് മഫ്തിയിൽ പോലീസ് സംഘം ഈ ഫ്ളാറ്റിലേക്ക് എത്തുന്നത്. അൽക്കാബോണി ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്യുന്നു. പിന്നീട് 20 ദിവസത്തിലധികം അൽക്കാബോണിയും സംഘങ്ങളും ജയിലിലായിരുന്നു. ഈ ജയിലിൽ നിന്നും ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ശേഷമാണ് അൽക്കാബോണി ആദ്യമായി ന്യൂസ് 18നോട് സംസാരിക്കുന്നത്. അതായത് ഒരു മോഡൽ ഇത്രയും പരസ്യമായി വന്ന് തുറന്നു പറയുന്നു. മോഡലിംഗ് രംഗത്തെ പല കാര്യങ്ങളും, പല വഴിവിട്ട ഇടപാടുകൾ, അതോടൊപ്പം ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളടക്കം തുറന്നു പറയുകയാണ് ലഹരി കേസിൽ പിടിയിലായ പ്രമുഖ മോഡൽ അൽക്കാബോണി. അവർ പറഞ്ഞതിൽ സജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും നടുക്കമുണ്ടാക്കുന്ന കാര്യം, കൊച്ചിയിൽ സുലഭമാണ് ലഹരി. അതായത് ബംഗളൂരുവിലും മുംബൈയിലും കൊച്ചിയിലും ഉൾപ്പെടുന്ന മോഡലിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അൽക്കാബോണി. ആ അൽക്കാബോണിയാണ് സാക്ഷ്യപ്പെടുത്തുന്നത് മുംബൈയിനേക്കാളും ബംഗളൂരുവിനേക്കാളും ഏറ്റവും കൂടുതൽ ലഹരി വ്യാപകമായി എവിടെയും ലഭ്യമാകുന്ന ഒരു ഇടമാണ് കൊച്ചി നഗരം എന്നത്. മറൈൻ ഡ്രൈവിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ, കൊച്ചി കലൂർ സ്റ്റേഡിയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എവിടെയും ലഹരി സംഘങ്ങളുണ്ട്, ലഹരി വിൽപ്പന സംഘങ്ങളുണ്ട്. അവർ പരസ്യമായി തന്നെ വിൽപ്പന നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് വേണോ, ലഹരി വേണോ എന്ന് ചോദിച്ചുകൊണ്ട് ലഹരി വിൽപ്പന നടത്തുന്നുണ്ട്. ബംഗളൂരുവിലും മുംബൈയിലും ചെന്ന് കഴിഞ്ഞാൽ അവിടെ മറ്റൊരു സ്വഭാവമാണ്. ചില മേഖലകളിൽ മാത്രമേ ലഹരി വിൽപ്പനയുള്ളൂ. മാത്രമല്ല, അത്രയ്ക്കും പരിചയമുള്ളവർക്ക് മാത്രമേ ലഹരി കൊടുക്കുകയുള്ളൂ. പക്ഷെ കൊച്ചിയിൽ ആര് പോയി ലഹരി ചോദിച്ചാലും അവിടെ പരസ്യമായി തന്നെ വിൽപ്പന നടത്തുന്നുണ്ട്. ഇവരുടെ ആരോട് ഈ ലഹരി ചോദിച്ചു കഴിഞ്ഞാലും ലഭ്യമാണ്. അത് പ്രത്യേകിച്ചും മറൈൻ ഡ്രൈവിലും കലൂരും, ഈ കലൂരും മറൈൻ ഡ്രൈവിൽ ഏറ്റവും കൂടുതൽ രാത്രി സമയങ്ങളിൽ യുവാക്കൾ ചെലവിടുന്ന സ്ഥലമാണ്, സമയം ചെലവഴിക്കുന്ന സ്ഥലമാണ്. നിരവധി കമിതാക്കളടക്കം അവിടെ എത്തുന്ന സ്ഥലമാണ്. പക്ഷേ പോലീസിന്റെ രാത്രികാല പരിശോധന ഇല്ല എന്ന് നേരത്തെ ന്യൂസ് 18 തന്നെ അതിന്റെ ദൃശ്യങ്ങൾ സഹിതം പുറത്തുവിട്ടതാണ്. പല സമയങ്ങളിൽ രാത്രി 10 മണി കഴിഞ്ഞാൽ പോലീസ് ഈ 2 സ്ഥലങ്ങളിലേക്കും എത്താറില്ല. കഴിഞ്ഞ ദിവസം ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയത്തിന് തൊട്ട് സമീപത്ത് നിന്നും എക്സൈസും പോലീസും നിരവധി ചെറുപ്പക്കാരെ ലഹരിയുമായി പിടികൂടുന്നത്. പക്ഷെ പതിവായി പരിശോധനയില്ല. രഹസ്യ വിവരങ്ങൾ ലഭിച്ചാൽ മാത്രമേ പോലീസ് ഈ രീതിയിൽ ലഹരി സംഘങ്ങൾക്ക് നേരെ നടപടിയെടുക്കുകയുള്ളൂ എന്ന കാര്യം നേരത്തെ തന്നെ വ്യക്തമായ കാര്യമാണ്. പോലീസ് ഒരു പേരിന് മാത്രം ലഹരി പരിശോധന നടത്തുന്നു, ചിലരെ മാത്രം പിടികൂടുന്നു. മറ്റ് പല ഇടപാടുകളും, ലഹരി ഇടപാടുകളും പോലീസിന്റെ ഒത്താശയോടെ, എക്സൈസിന്റെ ഒത്താശയോട് കൂടി നടക്കുന്നു എന്ന കാര്യം ഒരുപക്ഷെ പറയേണ്ടി വരും. അതല്ലെങ്കിൽ സജിത്ത്, ഇതുപോലുള്ള പരസ്യമായിട്ടുള്ള ലഹരി വിൽപ്പന കൊച്ചി പോലുള്ള ഒരു മെട്രോ നഗരത്തിൽ എങ്ങനെ നടക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് പോലീസും എക്സൈസും തന്നെയാണ്. ഈ അൽക്കാബോണിയുടെ വെളിപ്പെടുത്തലിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ഈ മോഡലിംഗ് രംഗത്തെ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, എല്ലാവരും ലഹരി ഉപയോഗിക്കുന്നത്, പക്ഷേ ലഹരി ഉപയോഗിക്കുന്ന ആളുകളും ഈ മോഡലിംഗ് രംഗത്തുണ്ട്. അത് തന്റെ ചില സുഹൃത്തുക്കളുണ്ട്. പക്ഷേ അൽക്കാബോണി പറയുന്നു, താൻ കഴിഞ്ഞ 3 വർഷമായി ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിയാണ്. +2 പഠിക്കുന്ന സമയത്താണ് ഈ മോഡലിംഗ് രംഗത്തേക്ക് ഇറങ്ങുന്നത്. ഇപ്പോൾ അൽക്കാബോണിക്ക് 23 വയസ്സ്. അങ്ങനെ കഴിഞ്ഞ 6 വർഷമായി മോഡലിംഗ് രംഗത്തുള്ള വ്യക്തി കഴിഞ്ഞ 3 വർഷത്തോളമായി ലഹരി ഉപയോഗിക്കുന്നു. ഇപ്പോൾ താൻ ഈ ജയിലിൽ പോയത് മെയ് 17-ാം തീയതിയാണ്. കൊച്ചി പോലീസ്, എളമക്കര പോലീസ് അറസ്റ്റ് ചെയ്യുന്നു, ഈ കൊക്കൈനുമായി അറസ്റ്റ് ചെയ്യുന്നു. പിന്നീട് 20 ദിവസത്തോളം ജയിലിലായിരുന്നു. പുറത്തിറങ്ങിയ ശേഷം താൻ ലഹരി ഉപയോഗിച്ചിട്ടില്ല, ഇനി ലഹരി ഉപയോഗിക്കില്ല. ഈ ലഹരിയുടെ അപകടത്തെക്കുറിച്ച്, ലഹരി ഉപയോഗിക്കുന്ന ചെറുപ്പക്കാർക്ക് സംഭവിക്കാൻ പോകുന്ന മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകളെ കുറിച്ച്
അടക്കം അൽക്കാബോണി തുറന്നു പറയുന്നുണ്ട്. താൻ അതിന്റെ ഒരു ഇര കൂടിയാണ്, അതിന്റെ പ്രശ്നങ്ങൾ തന്നെ അലട്ടുന്നുണ്ട് എന്ന കാര്യം പുതിയ ചെറുപ്പക്കാർ അത് മനസ്സിലാക്കണം. ഇന്നത്തെ ഈ ലഹരി ഉപയോഗിക്കുന്ന സംഘങ്ങൾക്ക് അത്ര ഉപദേശം കൂടി കഴിഞ്ഞ 3 വർഷമായി ലഹരി ഉപയോഗിക്കുന്ന അൽക്കാബോണി നൽകുന്നുമുണ്ട്. സജിത്ത്, ടോം, വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മോഡലിംഗ് രംഗത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലഹരി വിൽപ്പന, ലഹരി ഉപയോഗം, ഈ 2 കാര്യങ്ങളും കൊച്ചിയിൽ സജീവമാണ് എന്ന കാര്യം കൂടി നമുക്ക് കൂട്ടി വായിക്കേണ്ടതുണ്ടല്ലോ. പക്ഷേ ഈ അൽക്കാബോണി അത് നിഷേധിക്കുകയാണ്, അങ്ങനെയൊന്നും ഇല്ലെന്നാണ് പറയുന്നത്. നമുക്ക് ഈ അൽക്കാബോണി പറയുന്നതിനെ വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്നു, പക്ഷേ അന്വേഷണ സംഘം നൽകുന്ന സൂചനകൾ നേരെ തിരിച്ചല്ലേ ടോം? പ്രത്യേകിച്ച് മോഡലിംഗ് രംഗം ഇതിന്റെ ഒരു പ്രധാന ഇടപാട് കേന്ദ്രമാണ് എന്നത് തന്നെയല്ലേ അന്വേഷണ ഏജൻസികൾ, പോലീസ് സംവിധാനങ്ങൾ നൽകുന്ന വിവരം? ടോം, എന്താണ് ഇതിന്റെ വിശദാംശം? സജിത്ത്, അൽക്കാബോണി പറയുന്നത് പൂർണ്ണമായി നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. പക്ഷെ ചില കാര്യങ്ങൾ ഒരുപക്ഷെ വിശ്വസിക്കേണ്ടി വരും. കാരണം പരസ്യമായി ഇതുപോലെ ഞാൻ ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിയാണ് എന്ന് പരസ്യമായി പറയുന്ന ഒരു പെൺകുട്ടി എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. പക്ഷെ ചില കാര്യങ്ങൾ മറച്ചു വെച്ചിരിക്കാം. എങ്കിൽ പോലും അവർ പറയുന്നതിനെ നമ്മുടെ മുന്നിലെത്തി ഇത്രയും വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ ഒരു പരിധിവരെ നമ്മൾ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ അൽക്കാബോണി പറഞ്ഞ ചില കാര്യമുണ്ട്. ഈ മെയ് 17-ാം തീയതി തന്റെ മുറിയിൽ നിന്നും, ഫ്ളാറ്റിൽ നിന്നും ലഹരി പിടിക്കുമ്പോൾ, കൊക്കൈൻ പിടിക്കുമ്പോൾ അത് ചെറിയ അളവിലുള്ള ലഹരി മാത്രമായിരുന്നു. പക്ഷേ അത് തങ്ങൾ ഉപയോഗിക്കാൻ കൊണ്ടുവന്നതാണ്, വിൽപ്പനയ്ക്ക് വേണ്ടി കൊണ്ടുവന്നതല്ല. വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ടാണ് ഈ വിഷയത്തെ പറയുന്നത്. ഞങ്ങൾ ഉപയോഗിക്കുന്നവരാണ്, ഞങ്ങൾക്കത് ഉപയോഗിക്കാൻ പാടില്ലേ എന്ന രീതിയിൽ ഇതിന്റെ ഗൗരവം പോലും മനസ്സിലാക്കുന്നില്ല എന്നാണ് ഇന്നത്തെ ചെറുപ്പക്കാർ. ഇതിന്റെ ഈ ഗൗരവ, ഈ കൊക്കൈൻ ഉൾപ്പെടെയുള്ള MDMA ഉൾപ്പെടെയുള്ള മാരക ലഹരി മരുന്നിന്റെ അപകടത്തെക്കുറിച്ചും ഇതിന്റെ ഗൗരവത്തെക്കുറിച്ചും അവർ മനസ്സിലാക്കുന്നില്ലെന്ന് തന്നെയാണ് അൽക്കാബോണിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം. മാത്രമല്ല അവർ പറയുന്ന കാര്യമുണ്ട്, തങ്ങൾ 6 പേരെയാണ് അന്ന് ലഹരിയുമായി, ഈ കൊക്കൈനുമായി പോലീസ് പിടികൂടുന്നത്. പക്ഷേ ഈ ഞങ്ങൾ 6 പേരും കൊണ്ടുവന്ന് വെച്ചതല്ല. ഞങ്ങളുടെ ഒരു സുഹൃത്ത്, അന്ന് പിറന്നാൾ ആഘോഷത്തിന് വേണ്ടി മറ്റൊരു സുഹൃത്ത് രാത്രിയിൽ കൊണ്ടുവന്നതാണ്. ഒരുപക്ഷെ രാത്രിയിൽ, അൽക്കാബോണി തന്നെ പറയുന്നുണ്ട്, രാത്രിയിൽ പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടി ഒരുപക്ഷെ കൊണ്ടുവന്നതായിരിക്കും. ചെറിയ അളവിലുള്ള ലഹരിയാണ്. ആ ലഹരി കൊണ്ടുവച്ച യുവാവ് ഇവർ പോലീസിന്റെ പിടിയിലാകുമ്പോൾ ആ ഫ്ളാറ്റിൽ ഇല്ലായിരുന്നു. ആ വ്യക്തിയെ കുറിച്ച് ചൂണ്ടിക്കാണിച്ചു. പക്ഷെ പോലീസ് അയാളെ പരിശോധിച്ചില്ല. അയാളുമായി ബന്ധപ്പെട്ട യാതൊരു അന്വേഷണവും നടത്തിയില്ല. താനൊരു മോഡൽ ആയതുകൊണ്ട് മാത്രം അതിന് വലിയ വാർത്താ മൂല്യം കിട്ടുമെന്നതുകൊണ്ട് പോലീസ് ആ രീതിയിൽ ഒരു വാർത്തകൾ സൃഷ്ടിച്ചു. പിന്നീട് പോലീസ് പറഞ്ഞു, ബംഗളൂരുവിൽ നിന്നും കേരളത്തിലേക്ക് ലഹരി എത്തിക്കുന്ന ഏജന്റുമാരിൽ പ്രധാനിയാണ്, കണ്ണിയിൽ പ്രധാനിയാണ് അൽക്കാബോണി എന്ന്. അതൊക്കെ പോലീസ് എഴുതി സൃഷ്ടിച്ച ഒരു കഥയാണ്. താൻ അത്തരത്തിൽ ലഹരി ഇടപാട് നടത്തിയിട്ടില്ല, ലഹരി വിൽപ്പന നടത്തിയിട്ടില്ല, ലഹരി ഉപയോഗിക്കാറുണ്ട്, ലഹരി വിറ്റ് തനിക്ക് ജീവിതം മുന്നോട്ട് നയിക്കേണ്ട കാര്യമില്ല എന്നാണ് അൽക്കാബോണി പറയുന്നത്. ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യം അൽക്കാബോണിയുടെ കുടുംബത്തിന്റെ അവസ്ഥയാണ്. അൽക്കാബോണി ഒരൊറ്റ മകളാണ്, അമ്മ അധ്യാപിക, അച്ഛനൊരു റേഷൻ കട വ്യാപാരി. അത് തന്നെ അൽക്കാബോണി തുറന്നു പറയുന്നുണ്ട്. അച്ഛനും അമ്മയ്ക്കും അതിന്റെ വേദനയും ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. താൻ ഈ ലഹരി കേസിൽ പിടിക്കപ്പെട്ടപ്പോൾ, താൻ ലഹരി ഉപയോഗിച്ചതിന്റെ, ലഹരിയുടെ അടിമയായപ്പോൾ പിന്നീട് തന്നെ ചികിത്സിച്ചിരുന്നു. പക്ഷെ അതിനുശേഷം വീണ്ടും ഈ ലഹരിയുടെ അടിമത്തത്തിലേക്ക് പോയി. MDMA ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നു. അതിന്റെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ തന്നെ അലട്ടുന്നുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ കൊച്ചിയിലെ എല്ലാ സ്ഥലങ്ങളിലും നിരവധി യുവാക്കൾ, നിരവധി ചെറുപ്പക്കാർ ഇന്ന് ലഹരിയുടെ അടിമത്തത്തിലാണ്. നിരവധി പേരെ ലഹരിയുമായി പിടികൂടുന്നുണ്ട്, പ്രത്യേകിച്ചും പെൺകുട്ടികൾ. ഈ പെൺകുട്ടികളാണ് ലഹരി കടത്തിന്റെ പ്രധാനപ്പെട്ട ഏജന്റുമാരെന്ന്, ഇടനിലക്കാരെന്നൊക്കെ നമ്മൾ ഇതിന്റെ വാർത്തകളും കഴിഞ്ഞ ദിവസം പല ആളുകളെയും, ലഹരി സംഘങ്ങളെയും പിടികൂടിയപ്പോൾ അതിൽ ഒരാൾ, അതായത് ഒരു 4-5 സംഘങ്ങൾ, 4-5 പേരടങ്ങുന്ന സംഘത്തെ പിടികൂടുമ്പോൾ അതിൽ ഒരാളെങ്കിലും, ഒരു പെൺകുട്ടിയെങ്കിലും കാണും, ഒരു യുവതിയെങ്കിലും കാണും. അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ പെൺകുട്ടികളുടെയും യുവതികളുടെയും മറവിലാണ് ഇവർ ഈ ലഹരി വിൽപ്പന നടത്തുന്നതെന്നാണ്. പക്ഷെ എങ്കിൽ പോലും പോലീസ് എന്തുകൊണ്ടാണ് ഇവർക്കൊരു ചെറുവിരൽ പോലും ഇവർക്കെതിരെ അനക്കാത്തത്? ഇവർ വളരെ സുലഭമായി എല്ലാ ദിവസവും കൊച്ചിയിൽ ലഹരി പിടികൂടുന്നുണ്ട്, കൊക്കൈൻ പിടികൂടുന്നുണ്ട്, MDMA പിടികൂടുന്നുണ്ട്. പക്ഷേ പോലീസിന്റെ പരിശോധന വെറും പേരിന് മാത്രമാകുന്നു. ഒറ്റപ്പെട്ട കേസുകളിൽ മാത്രം അറസ്റ്റ് ഉണ്ടാവുകയും ചെയ്യുന്നു. ടോം, ഈ അൽക്കാബോണി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കൊച്ചിയിലെ പ്രധാനപ്പെട്ട ഇടങ്ങൾ, മറൈൻ ഡ്രൈവ് ആവട്ടെ, കലൂർ സ്റ്റേഡിയത്തിന് സമീപമാവട്ടെ, ഇവിടെയൊക്കെ സുലഭമായി പൊതുവിടത്ത് കിട്ടുന്ന കാര്യം പിന്നെ എന്തിന് ഞങ്ങളുടെ ഒരു കയ്യിൽ നിന്ന് ഒരു ചെറിയ അളവിലുള്ള പിടിച്ചിട്ട് ഇത്രമാത്രം വാർത്തയാക്കുന്നു എന്ന ചോദ്യമാണ് ഇതിനെ ലഘൂകരിച്ച് അവർ പറയുന്നത്. അവിടെ ഉയരുന്ന ചോദ്യം, ഈ പൊതുവിടത്ത് എങ്ങനെയാണ് ഇത്ര സുലഭമായി ഇത് കിട്ടുന്നത്? അങ്ങനെ കിട്ടുന്നു എന്നറിയുമ്പോൾ ഇവരെ പോലെയുള്ളവർ ഇത് പരസ്യമായി തുറന്നു പറയാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ രഹസ്യാന്വേഷണ സംവിധാനങ്ങൾ, പോലീസ് സംവിധാനങ്ങൾ ഇതൊക്കെ അല്പമെങ്കിലും കാര്യക്ഷമമാണെങ്കിൽ ഇതിങ്ങനെ പരസ്യം എടുത്ത് വിൽക്കാൻ കഴിയുമായിരുന്നു ടോം. അതൊരു വലിയ പരാജയം അവിടെ സംഭവിക്കുന്നില്ലേ? തീർച്ചയായും സജിത്ത്, നമുക്ക് കഴിഞ്ഞ ഒരു 2-3 ആഴ്ചക്കിടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ കൊക്കൈൻ്റെ അളവ് മാത്രം പരിശോധിക്കാം. അതായത് ആഫ്രിക്കൻ വംശജർ ഉൾപ്പെടുന്ന,
അതുപോലെ മെക്സിക്കൻ ലഹരി സംഘങ്ങൾ ഉൾപ്പെടുന്ന സംഘമായിരുന്നു കേരളത്തിലേക്ക്, കൊച്ചിയിലേക്ക്, നെടുമ്പാശ്ശേരിയിലേക്ക് ലഹരി എത്തിച്ചത്. അത് കേരളത്തിൽ വലിയൊരു വിപണി ഉണ്ട് എന്ന്, ഈ ലഹരിക്ക് വലിയൊരു മാർക്കറ്റ് ഉണ്ട് എന്ന് തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇത്രയും വലിയ അളവിൽ ലഹരി എത്തിച്ചത്. അതിൽ ഈ ലഹരി കടത്തിന്റെ ഒരു രീതി പോലും നമ്മളെ ഞെട്ടിപ്പിച്ചു കളഞ്ഞു. അതായത് ഈ വിദേശ പൗരന്മാർ ഈ ലഹരി വസ്തുക്കൾ അടങ്ങുന്ന കൊക്കൈന്റെ ക്യാപ്സൂളുകൾ അത് കഴിക്കുന്നു, അത് വയറിൽ ഒളിപ്പിച്ചുകൊണ്ടാണ് അത് കേരളത്തിലേക്ക് എത്തിച്ചത്. പിന്നീട് 2 ആഴ്ചയോളം നീണ്ടുനിന്ന മറ്റു പരിശോധനകൾക്ക് ശേഷമാണ് ഇവരെ ഈ ലഹരി വസ്തുക്കൾ, ഈ ടാബ്ലറ്റുകൾ പുറത്തിറക്കാൻ കഴിഞ്ഞത്. അങ്ങനെ ഈ കോടികൾ വിലമതിക്കുന്ന ലഹരി വസ്തുക്കളായിരുന്നു ഇവർ കേരളത്തിലേക്ക് എത്തിച്ചത്. വലിയൊരു മാർക്കറ്റ് ഇവിടെ ഉണ്ട് എന്ന് തിരിച്ചറിയുന്നു. അതായത് ഇവിടുത്തെ സ്കൂളുകൾ, ഇവിടുത്തെ കോളേജുകൾ ലക്ഷ്യമിട്ടാണ് ഇവിടുത്തെ ലഹരി സംഘങ്ങളുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. വലിയ രീതിയിൽ യുവാക്കൾ ഇതിന്റെ പിടിയിൽപ്പെടുന്നുണ്ട്. പക്ഷെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചെറിയ അളവിലുള്ള ലഹരി പിടിക്കപ്പെടില്ല, അവർക്ക് ജാമ്യം ലഭിക്കും എന്നതുകൊണ്ട് തന്നെയാണ് ഇതിവിടെ വളരെ സുലഭമായി ഇത്തരം ഇടപാടുകൾ നടക്കുന്നത്. പക്ഷെ വലിയ അളവിലുള്ള ലഹരികൾ കൊണ്ടുവരുന്നുണ്ട്. പലപ്പോഴും ഇതിന്റെ ഏജന്റുമാരായി പ്രവർത്തിക്കുന്നവർക്ക് ഉന്നത ബന്ധമുണ്ട്. ഗുണ്ടാ തലത്തിലുള്ളവർ പോലും എസ്കോർട്ട് പോകുന്നു എന്നതിന്റെ വെളിപ്പെടുത്തലുകൾ നേരത്തെ നമ്മൾ ന്യൂസ് 18 തന്നെ ഈ ന്യൂസ് 18 ഗുണ്ടാ നേതാവ് ഔറംഗസേബ് ചില വെളിപ്പെടുത്തൽ നടത്തിയതാണ്. ഇതുപോലെ ലഹരി സംഘങ്ങളെ എതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും പോലീസ് കഴിയുന്നില്ല. പലയിടങ്ങളിലും, അതായത് മറൈൻ ഡ്രൈവിൽ രാത്രി സമയങ്ങളിൽ ചെന്നു കഴിഞ്ഞാൽ പോലീസിന്റെ പരിശോധനയില്ല. പല വഴിവിട്ട പ്രവർത്തനങ്ങളും ഇടപാടുകളും മറൈൻ ഡ്രൈവിലും കലൂർ സ്റ്റേഡിയത്തിന്റെ പരിസരത്തും നടക്കുന്നുണ്ട്. കലൂർ സ്റ്റേഡിയത്തിന്റെ പരിസരത്തും തന്നെയാണ് കഴിഞ്ഞ ദിവസം എക്സൈസ് ഒരു യുവതി അടങ്ങുന്ന സംഘത്തെ ലഹരിയുമായി MDMA-യുമായി പിടികൂടുന്നത്. നേരത്തെ സിന്തറ്റിക് ഡ്രഗ് എന്ന് പറയുമ്പോൾ പരമാവധി MDMA, LSD സ്റ്റാമ്പ് അടക്കമായിരുന്നുവെങ്കിൽ ഇന്ന് കൊക്കെയിൻ, അതായത് മാരക ലഹരി മരുന്നായിട്ടുള്ള കൊക്കെയിൻ പോലും ഇവിടെ പലയിടങ്ങളിലും ലഭിക്കുന്നുണ്ട് എന്ന കാര്യം തന്നെയാണ് ഈ അൽക്കാബോണി